രാഹുൽ ഗാന്ധി ഒരു ഊബറിൽ യാത്ര ചെയ്യുകയും അതിന്റെ ഡ്രൈവറുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇത്. യാത്ര ചെയ്തതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം ഡ്രൈവറെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി കാണുന്നതിനും സംസാരിക്കുന്നതിനും താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ രാഹുൽ ഗാന്ധിയും ഡ്രൈവറിന്റെ ഫാമിലിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോ മലയാളത്തിൽ ഇതാ. ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിരുന്നു. അദ്ദേഹം നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്താണ് കഴിക്കാൻ വേണ്ടത്? 2-3 സാധനങ്ങൾ എടുക്കുക. ചോലെ ഭട്ടൂരെ, പാപ്പിടി ചാറ്റ്, പൊട്ടറ്റോ ടിക്കി. മുളക് കഴിക്കുമോ? ഇല്ലേ? ഞാൻ ആഗ്രയിൽ ഒരു ടെസ്റ്റ് എഴുതിയിരുന്നു, പക്ഷെ അതിന്റെ പേപ്പർ ലീക്ക് ചെയ്തു. അതിനുശേഷം ഒരു വേക്കൻസിയും വന്നില്ല. എനിക്കറിയാം, നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിരുന്നു പേപ്പർ ലീക്ക് ചെയ്തു, പണം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന്. ഭർത്താവിന്റെ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് പെർമനന്റ് ജോലിയല്ലല്ലോ. പെർമനന്റ് ആണെങ്കിൽ തന്നെ ജീവിതത്തിൽ എന്ത് ഉയർച്ചയാണുള്ളത്? എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ളത് മാത്രം ലഭിച്ചാൽ എന്താണ് ഗുണം? കുട്ടികളുടെ ഭാവിക്ക് ഒരു ഗുണവുമില്ലെങ്കിൽ ദിവസവും ജീവിച്ചതുകൊണ്ട് എന്ത് കാര്യം? ഇതിലും ഭേദം വീട്ടിലിരിക്കുന്നതാണെന്ന് തോന്നും. ഇന്നലെ മുതൽ പറയുന്നതാണ്, ബോസിനെ കാണാൻ പോകേണ്ടതാണ്, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, വേഗം റെഡിയായി പോകണം. അങ്ങനെ വലിയ വർത്തമാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഉറങ്ങാൻ കൂടെ മടിയായിരുന്നു. മോൾക്ക് നാണം വരുന്നുണ്ടോ? എന്റെ അടുത്ത് എന്തിനാണ് നാണിക്കുന്നത്? താങ്കളുടെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വലുതാവുമ്പോൾ ആരാകാനാണ് മോൾക്ക് ആഗ്രഹം? പഠിക്കാൻ. പഠിത്തത്തിന് ശേഷം ആരാകാനാണ്? ഡോക്ടർ. ഏത് സ്പെഷ്യാലിറ്റി ഡോക്ടർ? ഹാർട്ട്, ബ്രെയിൻ, അസ്ഥി? ബ്രെയിൻ ഡോക്ടർ. മോളുടെ പ്ലാൻ എന്താണ്? കോർപ്പറേറ്റ് ടാക്സ്. ഏത് വിഷയമാണ് ഏറ്റവും ബുദ്ധിമുട്ട്? മാത്സ്. എളുപ്പമുള്ളത്? ബാക്കിയെല്ലാം എളുപ്പമാണ്. നിങ്ങളും UP-യിൽ നിന്നാണോ? അതെ, കാൺപൂരാണ് എൻ്റെ സ്വദേശം. ഈറ്റായിൽ നിന്നുള്ള ഇദ്ദേഹവുമായി വിവാഹം കഴിഞ്ഞപ്പോൾ അവിടേക്ക് മാറി. ഈറ്റായിൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ജില്ലയാണ് അത്രമാത്രം. ഡൽഹി ആദ്യമായി കണ്ടപ്പോൾ എന്തു തോന്നി? പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്വന്തം വീട് ഓർമ്മ വരും. കർണാടകത്തിലും തെലങ്കാനയിലും ഊബർ ഡ്രൈവർമാർക്ക് വേണ്ടി ഒരു നിയമമുണ്ടാക്കി. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഡിപ്പെൻഡൻസ് ആണ്, നിങ്ങളോടുകൂടി സംസാരിക്കാം എന്ന്. 24 മണിക്കൂറും റെഡി ആയിരിക്കണം. ഉറങ്ങാനുള്ള സാഹചര്യമില്ല. ഇങ്ങനെ തന്നെയാണ് എപ്പോഴും. വലിയ ടെൻഷനാണ് അല്ലേ? അതെ. ഐസ്ക്രീം ഇഷ്ടമായോ? ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഫാസ്റ്റ് ഫുഡ് ആണെങ്കിൽ ചില്ലി പൊട്ടറ്റോ. ഇന്ത്യൻ ആർമിയിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? അല്ല, എനിക്ക് IAS ആണ് ആഗ്രഹം. IAS-ൽ ചേരുന്നതിന് വളരെയേറെ പഠിക്കേണ്ടി വരും. കുടുംബ ചെലവുകൾ ഏതൊക്കെ ഇനത്തിലാണ്? വിദ്യാഭ്യാസം ഇവിടെ ഡൽഹിയിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ ചിലവില്ല. ചിലവില്ലെന്നല്ല, ഫീസ് ഇനത്തിൽ മാസം 350 രൂപയോളം ആകും. വാടകയും വൈദ്യുതിയും 8000 രൂപയോളമാകും. പിന്നെ റേഷൻ, അടുക്കള ചെലവുകളായിട്ട് 7000-8000 രൂപയാവും. കാരണം എല്ലാത്തിനും വലിയ വിലവർധനവല്ലേ? ഒരു ഭാവി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അവസ്ഥ? ഞങ്ങൾക്കും കുട്ടികൾക്കും ഒരു ഭാവിയും കാണുന്നില്ല. നല്ലപോലെ കഴിച്ചോ? ഇന്ന് ഇവൾക്കും വിശ്വാസമായി. ഞാൻ ഇദ്ദേഹത്തിന്റെ വണ്ടിയിൽ യാത്ര ചെയ്തു എന്നുള്ളത് വിശ്വാസമില്ലായിരുന്നു അല്ലേ? നിങ്ങളുടെ വണ്ടിയിലോ? ഒരിക്കലുമില്ല എന്നാണ് പറഞ്ഞത്. നുണ പറയുന്നതാണെന്ന് ഓർത്തു അല്ലേ?